ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയവും നാടകീയവുമായ ഒരു കഥയാണ് യെസ് ബാങ്കിൻ്റേത്. ഒരു ദശാബ്ദത്തിലേറെക്കാലം അതിവേഗം വളർന്ന് രാജ്യത്തെ ലീഡിംഗ് പ്രൈവറ്റ് ബാങ്കുകളിലൊന്നായി മാറിയ യെസ് ബാങ്ക് പിന്നീട് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. ഒടുവിൽ ഇന്ത്യൻ സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും സമയോചിതമായ ഇടപെടലിലൂടെയും മറ്റു പ്രമുഖ ബാങ്കുകളുടെ സഹായത്തിലൂടെയും അത് തകർച്ചയിൽ നിന്ന് കരകയറി. യെസ് ബാങ്കിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെയുള്ള ഈ സംഭവബഹുലമായ യാത്ര ഇന്ത്യൻ ബാങ്കിംഗ് ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ്. നമസ്കാരം, ഞാൻ രഞ്ജിത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2004 റാണ കപൂറും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ അശോക് കപൂറും ചേർന്നാണ് യെസ് ബാങ്ക് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ പ്രൊഫഷണൽ ബാങ്ക് എന്ന മുദ്രാവാക്യവുമായി ആരംഭിച്ച യെസ് ബാങ്ക് പരമ്പരാഗത ബാങ്കിംഗ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കോർപ്പറേറ്റ് ബാങ്കിങ്ങിലും സിൻഡിക്കേറ്റ് വായ്പകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് ബാങ്കിന് അതിവേഗം വളരാൻ സഹായിച്ചു. 2005 മെയ് മാസത്തിൽ 45 രൂപ ഇഷ്യൂ വിലയിൽ ഓഹരികൾ പുറത്തിറക്കി യെസ് ബാങ്ക് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ IPO ബാങ്കിന്റെ വളർച്ചയ്ക്ക് വലിയ ഊർജം പകർന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ യെസ് ബാങ്ക് തങ്ങളുടെ ശാഖകളുടെയും ATMകളുടെയും നെറ്റ്വർക്ക് അതിവേഗം വികസിപ്പിച്ചു. 2019 ജൂൺ 30 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 1122 ബ്രാഞ്ചുകളും 1220 ATMകളും യെസ് ബാങ്കിനുണ്ടായിരുന്നു. കൺസ്യൂമർ ബാങ്കിംഗ്, കോർപ്പറേറ്റ് ബാങ്കിംഗ്, ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ്, മോർഗേജ് ലോണുകൾ, പ്രൈവറ്റ് ബാങ്കിംഗ്, വെൽത്ത് മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ബാങ്ക് വാഗ്ദാനം ചെയ്തു. റാണ കപൂറിന്റെ നേതൃത്വത്തിൽ ബാങ്ക് കൂടുതൽ കോർപ്പറേറ്റുകൾക്ക് വായ്പകൾ നൽകി. ഇത് ബാങ്കിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ലാഭത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും ചെയ്തു. 2014 മാർച്ച് 31 കണക്കനുസരിച്ച് ബാങ്കിന്റെ മൊത്തം വായ്പകൾ 55,633 കോടി രൂപയും നിക്ഷേപം 74,192 കോടി രൂപയുമായിരുന്നു. ഈ വളർച്ചാ നിരക്ക് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ യെസ് ബാങ്കിന് ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തു. എന്നിരുന്നാലും ഈ അതിവേഗ വളർച്ചയ്ക്ക് പിന്നിൽ മറഞ്ഞിരുന്ന ചില അപകടകരമായ പ്രവണതകൾ പിന്നീട് ബാങ്കിനെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചു. അമിതമായ കോർപ്പറേറ്റ് വായ്പകൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായി ദുർബലമായ കമ്പനികൾക്ക് നൽകിയ വായ്പകൾ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിന് ഭീഷണിയായി മാറി. യെസ് ബാങ്കിന്റെ ഗ്രോത്ത് സ്റ്റോറിക്ക് പിന്നിൽ മറഞ്ഞിരുന്ന പ്രശ്നങ്ങൾ 2017 പുറത്തു വരാൻ തുടങ്ങി. ബാങ്കിന്റെ കിട്ടാക്കടം, നോൺ പെർഫോമിംഗ് അസറ്റ്സ് വർദ്ധിക്കാൻ തുടങ്ങി. വായ്പ നൽകിയ പല വലിയ കോർപ്പറേറ്റുകൾക്കും തിരിച്ചടവ് മുടങ്ങിയത് ബാങ്കിന്റെ സാമ്പത്തിക നിലയെ സാരമായി ബാധിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ്, മീഡിയ തുടങ്ങിയ മേഖലകളിലെ ചില വലിയ കമ്പനികൾക്ക് യെസ് ബാങ്ക് നൽകിയ വായ്പകളാണ് പ്രധാനമായും കിട്ടാക്കടങ്ങളായി മാറിയത്. ഇതിൽ ചില വായ്പകൾ ക്രമക്കേടുകളിലൂടെയാണ് നൽകിയതെന്ന ആരോപണങ്ങളും ഉയർന്നു. ബാങ്കിന്റെ ഭരണപരമായ കാര്യങ്ങളിലും സുതാര്യതയില്ലായ്മയിലും റിസർവ് ബാങ്ക് ആശങ്ക പ്രകടിപ്പിച്ചു. RBI ബാങ്കിന്റെ അക്കൗണ്ടുകൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കിട്ടാക്കടം സംബന്ധിച്ച കണക്കുകളിൽ യെസ് ബാങ്ക് കൃത്രിമം കാണിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. ഇത് RBIയും യെസ് ബാങ്ക് മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. റാണ കപൂറിന്റെ നേതൃത്വത്തിലുള്ള ബാങ്കിന്റെ പ്രവർത്തന ശൈലിയിൽ RBIക്ക് അതൃപ്തിയുണ്ടായിരുന്നു. റാണ കപൂറിന്റെ കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് RBI കടുത്ത നിലപാടെടുത്തു. 2018 റാണ കപൂറിന് യെസ് ബാങ്കിന്റെ CEOയും MDയുമായി തുടരാൻ RBI അനുമതി നിഷേധിച്ചു. ഇത് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ പിൻഗാമിയെ കണ്ടെത്തുന്നത് ബാങ്കിന് ഒരു വെല്ലുവിളിയായി മാറി. ഈ സമയത്താണ് ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ പൊതുജനങ്ങളിലേക്കും നിക്ഷേപകരിലേക്കും വ്യാപിക്കാൻ തുടങ്ങിയത്. 2019 ഏപ്രിലിനും സെപ്റ്റംബറിനുമിടയിൽ യെസ് ബാങ്കിന്റെ മൊത്തം കിട്ടാക്കടം ഇരട്ടിയായി വർദ്ധിച്ച് 17,134 കോടി രൂപയിലെത്തി. ഇത് ബാങ്കിന്റെ ലാഭത്തെ സാരമായി ബാധിക്കുകയും വലിയ നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ബാങ്കിന് പുതിയ മൂലധനം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായി മാറി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പുതിയ നിക്ഷേപകരെ കണ്ടെത്താൻ ബാങ്കിന് കഴിഞ്ഞില്ല. യെസ് ബാങ്കിന്റെ സാമ്പത്തിക നില അതിവേഗം വഷളായിക്കൊണ്ടിരുന്നു. നിക്ഷേപകർ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ തുടങ്ങി. ഇത് ബാങ്കിന്റെ ലിക്വിഡിറ്റി, അതായത് പണലഭ്യതയെ ഗുരുതരമായി ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ബാങ്കിംഗ് സംവിധാനത്തിന്റെ സ്ഥിരത ഉറപ്പാക്കുന്നതിനും വേണ്ടി റിസർവ് ബാങ്ക് നിർണായകമായ ഒരു നടപടി സ്വീകരിച്ചു. 2020 മാർച്ച് 5 RBI യെസ് ബാങ്കിനെ 30 ദിവസത്തെ മൊറട്ടോറിയത്തിൽ ഉൾപ്പെടുത്തി. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 45, 35A എന്നിവ പ്രകാരമായിരുന്നു ഈ നടപടി. മൊറട്ടോറിയം കാലയളവിൽ യെസ് ബാങ്ക് ഉപഭോക്താക്കൾക്ക് ഒരു മാസത്തേക്ക് 50,000 രൂപയിൽ കൂടുതൽ പിൻവലിക്കാൻ കഴിയില്ലെന്ന് RBI ഉത്തരവിട്ടു. അടിയന്തര സാഹചര്യങ്ങളിൽ ലൈക്ക് വിവാഹം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് മാത്രം കൂടുതൽ തുക പിൻവലിക്കാൻ അനുമതി നൽകി. ഈ പ്രഖ്യാപനം രാജ്യത്തുടനീളമുള്ള യെസ് ബാങ്ക് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ATMകൾക്കും ബാങ്ക് ശാഖകൾക്കും മുന്നിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മൊറട്ടോറിയം പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ യെസ് ബാങ്ക് സ്ഥാപകൻ റാണ കപൂറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ, അഴിമതി,
വായ്പാ തട്ടിപ്പ് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത്. ഏകദേശം 4300 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങളിലാണ് റാണ കപൂർ അറസ്റ്റിലായത്. അദ്ദേഹത്തിന്റെ ഭാര്യയും 3 പെൺമക്കളും ഉൾപ്പെടെ 13 പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് CBI സമർപ്പിച്ച കേസിൽ പറയുന്നു. ലണ്ടനിലെ അദ്ദേഹത്തിന്റെ 127 കോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. DHFLന്റെ ഷോർട്ട് ടൈം കടപ്പത്രങ്ങളിൽ യെസ് ബാങ്ക് 3700 കോടി രൂപ നിക്ഷേപിച്ചപ്പോൾ റാണ കപൂറിന്റെ പെൺമക്കളുടെ ഉടമസ്ഥതയിലുള്ള ഡോയിറ്റ് എന്ന കമ്പനിക്ക് 600 കോടി രൂപ വായ്പ നൽകി എന്നതായിരുന്നു പ്രധാന ആരോപണം. ഈ സംഭവങ്ങൾ യെസ് ബാങ്ക് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചു. യെസ് ബാങ്കിന്റെ തകർച്ച ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയ്ക്ക് വലിയ ആഘാതമാകുമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ സർക്കാരും റിസർവ് ബാങ്കും അതിവേഗം റെസ്ക്യൂ വർക്ക് തുടങ്ങി. 2020 മാർച്ച് 13 കേന്ദ്ര മന്ത്രിസഭ യെസ് ബാങ്കിന്റെ പുനർനിർമ്മാണ പദ്ധതിക്ക് അംഗീകാരം നൽകി. യെസ് ബാങ്ക് ലിമിറ്റഡ് റീകൺസ്ട്രക്ഷൻ സ്കീം 2020 എന്ന പേരിൽ RBI ഒരു വിശദമായ പദ്ധതി അവതരിപ്പിച്ചു. ഈ പദ്ധതിയുടെ പ്രധാന ഭാഗം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഒരു കൺസോർഷ്യത്തിന്റെ നിക്ഷേപമായിരുന്നു. SBI യെസ് ബാങ്കിൽ 48.2% ഓഹരി പങ്കാളിത്തം 60.5 ബില്യൺ രൂപയ്ക്ക് ഏറ്റെടുത്തു. അടുത്ത 3 വർഷത്തേക്ക് SBIക്ക് യെസ് ബാങ്കിലെ തങ്ങളുടെ ഓഹരി പങ്കാളിത്തം 26% താഴെയാക്കാൻ കഴിയില്ലെന്നും നിബന്ധനയുണ്ടായിരുന്നു. SBIയെ കൂടാതെ മറ്റു പ്രമുഖ സ്വകാര്യ ബാങ്കുകളായ ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ബന്ധൻ ബാങ്ക് എന്നിവയും യെസ് ബാങ്കിൽ നിക്ഷേപം നടത്തി. ഈ ബാങ്കുകളെല്ലാം ചേർന്ന് യെസ് ബാങ്കിന്റെ 75% ഓഹരി പങ്കാളിത്തം ഏറ്റെടുത്തു. ഫെഡറൽ ബാങ്ക് 300 കോടി രൂപയും മറ്റ് ബാങ്കുകൾ ഏകദേശം 2400 കോടി രൂപയും നിക്ഷേപിച്ചു. ഇത് യെസ് ബാങ്കിന്റെ മൂലധന ശേഷി 5000 കോടി രൂപയായി ഉയർത്താൻ സഹായിച്ചു. പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി SBIയുടെ മുൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിരുന്ന പ്രശാന്ത് കുമാറിനെ യെസ് ബാങ്കിന്റെ പുതിയ MDയും CEOയുമായി നിയമിച്ചു. പുതിയ ബോർഡ് ഓഫ് ഡയറക്ടർമാരും നിലവിൽ വന്നു. ഈ നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം 2020 മാർച്ച് 18 യെസ് ബാങ്കിന് മേലുള്ള മൊറട്ടോറിയം റിസർവ് ബാങ്ക് പിൻവലിച്ചു. RBI ഗവർണർ ശക്തികാന്ത ദാസ് പൊതുജനങ്ങൾക്ക് നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പു നൽകി. RBI യെസ് ബാങ്കിന് 600 ബില്യൺ രൂപയുടെ ക്രെഡിറ്റ് ലൈൻ നൽകുകയും ചെയ്തു. ഈ സമയോചിതമായ ഇടപെടലുകൾ യെസ് ബാങ്കിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുകയും ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്തു. പുനർനിർമ്മാണത്തിന് ശേഷം യെസ് ബാങ്ക് സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ ബാങ്ക് തങ്ങളുടെ കിട്ടാക്കടം കുറയ്ക്കുന്നതിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2023 നവംബറിൽ ബാങ്കിന്റെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് പോർട്ട്ഫോളിയോ ജെസി ഫ്ലവേഴ്സ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിറ്റഴിച്ചു. ഇത് ബാങ്കിന്റെ കിട്ടാക്കടം കുറയ്ക്കുന്നതിനും ആസ്തിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിച്ചു. ഈ വിൽപ്പനയിലൂടെ ബാങ്കിന് 120 കോടി രൂപ വരുമാനം ലഭിച്ചു. യെസ് ബാങ്കിന്റെ നെറ്റ് NPA പെർസെന്റേജ് ഇപ്പോൾ 0.3%, ഗ്രോസ് NPA പെർസെന്റേജ് 1.6% ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ആശ്വാസമായി. ബാങ്കിന്റെ സാമ്പത്തിക പ്രകടനത്തിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 2024-25 വർഷത്തിലെ ഫോർത്ത് ക്വാർട്ടറിൽ യെസ് ബാങ്കിന്റെ ഫലങ്ങൾ ഈ പുരോഗതിക്ക് തെളിവാണ്. ഈ ക്വാർട്ടറിൽ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് 63% വർദ്ധിച്ച് 738 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ സമയം 452 കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റ്. മൊത്തം വരുമാനം 9437.8 കോടി രൂപയായി ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 5.7% വർദ്ധിച്ച് 2277 കോടി രൂപയായി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 45.6% വർദ്ധിച്ച് 1314 കോടി രൂപയിലെത്തി. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 2.5% ഉയർന്നു. ഇത് ബാങ്ക് വീണ്ടെടുപ്പിന്റെ പാതയിലാണെന്ന് സൂചിപ്പിക്കുന്നു. പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിലും യെസ് ബാങ്ക് വിജയിച്ചു. 2022 മാർച്ചിൽ ആഗോള പ്രൈവറ്റ് ഇക്വിറ്റി നിക്ഷേപകരായ കാർലൈൽ, അഡ്വന്റ് ഇന്റർനാഷണൽ എന്നിവർ യെസ് ബാങ്കിൽ 8887 കോടി രൂപയുടെ നിക്ഷേപം നടത്തി. ഇവർ ഓരോരുത്തരും ബാങ്കിൽ 9.99% ഓഹരി പങ്കാളിത്തം നേടി. ഏറ്റവും പുതിയ സംഭവ വികാസം ജാപ്പനീസ് ബാങ്കിംഗ് ഭീമനായ സുമിട്ടോമോ മിത്സുയി ബാങ്കിംഗ് കോർപ്പറേഷൻ യെസ് ബാങ്കിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നു എന്നതാണ്. 2025 മെയ് മാസത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം സുമിട്ടോമോ യെസ് ബാങ്കിന്റെ 20% ഓഹരികൾ ഏകദേശം 13,483 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു. ഇത് ബാങ്കിംഗ് മേഖലയിലെ ഏറ്റവും വലിയ ക്രോസ് ബോർഡർ നിക്ഷേപങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം സുമിട്ടോമോ യെസ് ബാങ്കിന്റെ 51% ഓഹരികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണെന്നും ഇതിന് RBIയുടെ അനുമതി ലഭിച്ചതായും സൂചനകളുണ്ട്. ഈ നീക്കം യെസ് ബാങ്കിന്റെ ഭാവിക്ക് വലിയ ഉത്തേജനം നൽകും. നിലവിൽ യെസ് ബാങ്കിന്റെ ഓഹരി വില ഏകദേശം 21 രൂപ നിലവാരത്തിലാണ്. ബാങ്ക് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ഉപഭോക്തൃ അടിത്തറ വികസിപ്പിക്കുന്നതിനും തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. SBI യെസ് ബാങ്കിലെ തങ്ങളുടെ ഓഹരി പങ്കാളിത്തം വിറ്റഴിക്കാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് ബാങ്കിന് കൂടുതൽ സ്വയം പര്യാപ്തത നേടാൻ സഹായിക്കും. യെസ് ബാങ്കിന്റെ കഥ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയ്ക്ക് ഒരു വലിയ പാഠമാണ്. അതിവേഗ വളർച്ചയുടെ അപകടങ്ങളും ഭരണപരമായ വീഴ്ചകളുടെ പ്രത്യാഘാതങ്ങളും ഈ കഥ വ്യക്തമാക്കുന്നു.
എന്നാൽ സർക്കാരിന്റെയും റെഗുലേറ്ററി അതോറിറ്റിയുടെയും സമയോചിതമായ ഇടപെടലിലൂടെയും മറ്റ് ബാങ്കുകളുടെ സഹകരണത്തിലൂടെയും ഒരു വലിയ ബാങ്കിംഗ് സ്ഥാപനത്തെ എങ്ങനെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാമെന്നും യെസ് ബാങ്ക് കാണിച്ചു തന്നു. ഇന്ന് യെസ് ബാങ്ക് ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പുതിയ മാനേജ്മെന്റിന്റെയും ശക്തരായ നിക്ഷേപകരുടെയും പിന്തുണയോടെ ബാങ്ക് തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാനും ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഒരു പ്രധാന പങ്ക് വഹിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടാക്കടം കുറയ്ക്കുന്നതിലും സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടുത്തുന്നതിലും പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിലും ബാങ്ക് വിജയം കണ്ടു. എന്നിരുന്നാലും മത്സരം നിറഞ്ഞ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ യെസ് ബാങ്കിന് ഇനിയും നിരവധി വെല്ലുവിളികൾ നേരിടാനുണ്ട്. ഭാവിയിൽ ബാങ്ക് എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നത് ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.